നമസ്കാരം. നാടിൻ്റെ നാവുന്ന് നാട്ടുവട്ടം വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ ആർ തുളസി. ഉള്ള തെരഞ്ഞെടുപ്പ് ചൂടാണ് ആയിട്ടുണ്ട്. കുണ്ട്രമണ്ഡലത്തിൽ മുഴുവൻ സ്ഥാനാർത്ഥികളും നിരന്നു കഴിഞ്ഞു. സ്ഥാനാർത്ഥികളെല്ലാം പ്രചരണത്തിലാണ്. നമ്മളും വോട്ടർമാരും ഒക്കെ തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ട്. അവരും ഇതിൻ്റെയൊക്കെ കൗതുകം ഒക്കെ കണ്ട് അവർക്കും തെരഞ്ഞെടുപ്പ് ഒരു ഉത്സവം പോലെയാണ്. ചിലര് കളി നടത്തുന്നവർ, ചിലർ കളി കാണുന്നവർ. എന്തായാലും നമുക്ക് തെരഞ്ഞെടുപ്പ് വാർത്തകളിലേക്കും മറ്റു വാർത്തകളിലേക്കും. പ്രിയമുള്ളവരെ, ഞാൻ പെരുമ്പുഴ ഗോപാലകൃഷ്ണപിള്ള. നമ്മെ നിശബ്ദമായി സ്പർശിക്കുന്ന 6 മിനിറ്റ് 17 സെക്കൻഡ് ദൈർഘ്യമുള്ള ഒരു സിനിമയെക്കുറിച്ചുള്ള ആസ്വാദനമാണ് ഞാൻ ഇന്ന് പങ്കുവയ്ക്കുന്നത്. ചില സിനിമകൾ വലിയ കഥാപശ്ചാത്തലങ്ങളാലോ അതിശയിപ്പിക്കുന്ന രംഗങ്ങളാലോ നമ്മെ പിടിച്ചിരുത്തും. എന്നാൽ ചിലത് വളരെ ലളിതമായി ശബ്ദമില്ലാതെ നമ്മുടെ ഹൃദയത്തിലേക്ക് കടന്നു വരും. ലൈല ക്രിയേഷൻസിൻ്റെ 27ാമത്തെ സിനിമയായ മനോഹരം അത്തരത്തിൽ ഒന്നാണ്. ഈ ചിത്രത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത അതിൻ്റെ ലാളിത്യമാണ്. തൻ്റെ ഈ പുതിയ സിനിമയിലൂടെ സംവിധായികയായ LT ധർമ്മ ജീവിതത്തിലെ ചെറിയ നിമിഷങ്ങൾക്കുള്ളിലെ വലിയ അർത്ഥം കാണിച്ചു തരികയാണ്. നമ്മൾ പലപ്പോഴും തിരക്കിനിടയിൽ മറന്നുപോകുന്ന പ്രകൃതിയുടെ സൗന്ദര്യം, മനുഷ്യബന്ധങ്ങളുടെ നിശബ്ദത, ഒരു പുഞ്ചിരിയുടെ വില, ഇവയെല്ലാം വളരെ സ്വാഭാവികമായി സിനിമ നമുക്ക് മുന്നിലെത്തിക്കുന്നു. ദൃശ്യങ്ങളാണ് ഈ സിനിമയിൽ കൂടുതൽ സംസാരിക്കുന്നത്. ഓരോ രംഗവും ഒരു ചിത്രപടം പോലെ നമ്മുടെ മുന്നിൽ വിരിയുന്നു. പ്രകാശവും നിഴലും ചേർന്ന് മനസ്സിൽ ഒരു പ്രത്യേക വികാരം സൃഷ്ടിക്കുന്നു. ക്യാമറയുടെ ചലനങ്ങൾ പോലും നമ്മെ ആ രംഗത്തിനുള്ളിലേക്ക് കൊണ്ടുപോകുന്നു. ചിലപ്പോൾ നമുക്ക് തോന്നും നമ്മൾ സിനിമ കാണുന്നില്ല, ആ നിമിഷം അനുഭവിക്കുകയാണ് എന്ന്. ആർ തുളസിയുടെ ശ്രദ്ധേയമായ അഭിനയം പോലെ തന്നെ സംഗീതവും ഈ സിനിമയുടെ ഹൃദയമിടിപ്പാണ്. ഇതിലെ പശ്ചാത്തല സംഗീതം ഓരോ രംഗത്തിൻ്റെയും വികാരങ്ങളെ ശക്തമാക്കും. വാക്കുകളില്ലാത്തിടത്ത് സംഗീതം തന്നെ വികാരങ്ങളുടെ ഭാഷയായി മാറുന്നു. അതുകൊണ്ടാണ് ഈ സിനിമ കാണുമ്പോൾ ഒരു ശാന്തതയും ഒരുപാട് ആത്മീയമായ ഒരു അനുഭവവും നമുക്ക് ലഭിക്കുന്നത്. ജീവിതത്തിൻ്റെ സൗന്ദര്യം വലിയ സംഭവങ്ങളിലല്ല, ചെറിയ നിമിഷങ്ങളിലാണ് എന്ന ലളിതമായ സന്ദേശമാണ് ഈ സിനിമ പങ്കുവയ്ക്കുന്നത്. നമുക്ക് ചുറ്റുമുള്ള ലോകത്തെ കൂടുതൽ ശ്രദ്ധയോടെ കാണാൻ ഇത് നമ്മെ പ്രേരിപ്പിക്കുന്നു. ഓരോ നിമിഷവും ആസ്വദിക്കാനും ജീവിതത്തെ സ്നേഹിക്കാനും ഇത് നമ്മെ പഠിപ്പിക്കുന്നു. സിനിമ അവസാനിച്ചാലും അതിലെ ചില ദൃശ്യങ്ങൾ നമ്മുടെ മനസ്സിൽ തുടർന്നും ജീവിക്കും. അതാണ് ഒരു നല്ല സിനിമയുടെ വിജയവും. അമ്മേ, ഇതെങ്ങനെയുണ്ട്? നന്നായിരിക്കുന്നു. എന്റെ മരുമോൾക്കിത് നന്നായി ചേരും. ഇത് അമ്മയ്ക്കുള്ളതാ. അമ്മയുടെ കൈകൾക്ക് എന്ത് ഭംഗിയാ. ഇത് വേണം. അമ്മയ്ക്കെപ്പോഴും ഞങ്ങളുടെ സന്തോഷാ വലുത്. പൊന്നു പോലെയുള്ള ഈ അമ്മയുടെ സന്തോഷം ഞങ്ങളും കാണട്ടെ. Express your love with golden moments. ചിന്നൂസ് ഫാഷൻ ജുവലേഴ്സ്, കുണ്ടറ. വിളംബരത്തിന്റെ നാട്ടിൽ വിശ്വസ്തയുടെ നാമം. 100% BIS 916 ഹോൾമാർക്ക് ഗോൾഡ്. ഏതൊരമ്മയ്ക്കും അഭിമാനിക്കാനായി ചില നിമിഷങ്ങളുണ്ട്. എന്റെ മരുമകളുടെ സ്നേഹമാണ് എന്റെ അഭിമാനം. ഈ അമ്മ എന്റെ ഭാഗ്യല്ലേ. UDF തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് തുറന്നു. UDF സ്ഥാനാർത്ഥി PC വിശ്വനാഥ് MLA യുടെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് തുറന്നു.
UDF ജില്ലാ ചെയർമാൻ KC രാജൻ ഉദ്ഘാടനം ചെയ്തു. UDF കുണ്ടറ നിയോജകമണ്ഡലം ചെയർമാൻ കുരീപ്പള്ളി സലീം അധ്യക്ഷത വഹിച്ചു. RSP കേന്ദ്ര കമ്മിറ്റി അംഗം TC വിജയൻ, ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് രാജു ഡി പണിക്കർ, കുണ്ടറ പഞ്ചായത്ത് പ്രസിഡന്റ് വിനോദ് കുമാർ, ജില്ലാ പഞ്ചായത്ത് അംഗം ഫൈസൽ കുളപ്പാട, മുഖത്തല ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സാം വർഗീസ്, ഇളമ്പള്ളൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സിന്ധു ഗോപൻ, DCC ജനറൽ സെക്രട്ടറി രഘു പാണ്ഡവപുരം, KRB സഹജൻ, K ബാബുരാജൻ, കുണ്ടറ സുബ്രഹ്മണ്യം, RSP കുണ്ടറ മണ്ഡലം പ്രസിഡന്റ് ഫിറോസ് ഷാ സമദ്, വിളവീട്ടിൽ മുരളി, CD ജോൺ, ജയകുമാരൻ ഉണ്ണിത്താൻ, V കുഞ്ഞുകുഞ്ഞ്, നജീം പുത്തങ്കട, പഞ്ചായത്ത് അംഗം സജു വർഗീസ് എന്നിവർ പങ്കെടുത്തു. This year, once again, Venus College has created history. We are proud to announce an extraordinary achievement. 344 students scored full A+ across Kerala. Out of them, 267 are from class 10 and 77 are from plus 2. Venus continues to hold the title of Kerala's #1 result-producing tuition center. We offer focused career guidance sessions that shape aspirations into clear goals. For science aspirants, we provide expert entrance coaching, and for commerce and humanities students, we provide civil service coaching that builds a strong foundation for the future. Our specially designed 100+ A+ coaching programs and the signature WinMaths coaching programs ensure every student not only learns but thrives. Want to speak with confidence? Enroll in our special spoken English classes. New batch starting June 16th. Here's what makes us exceptional. We also nurture creativity, curiosity, and character through arts festival, sports meet, science fairs, study tours, variety exams, and mock tests. Every student finds their spark. With branches strategically located at Kundara, Elamballur, Kudimuthikadu, and Chuvallur, Venus is more than just an institution. It is a growing network of excellence accessible to every aspiring students. Admissions are open now. Seats are limited and filling fast. Enroll today and be the part of the legacy of excellence. കുണ്ടറയിൽ സ്ഥാനാർത്ഥികളെല്ലാം സെറ്റായി. അനിശ്ചിതത്വത്തിനൊടുവിൽ BJP സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചതോടെ കുണ്ടറയിൽ സ്ഥാനാർത്ഥികളെല്ലാം സെറ്റായി. UDF സ്ഥാനാർത്ഥി PC വിശ്വനാഥും LDF സ്ഥാനാർത്ഥി SL സജികുമാറും നേരത്തെ തന്നെ പ്രവർത്തനങ്ങൾ ആരംഭിച്ചിരുന്നു. NDA സ്ഥാനാർത്ഥി BDJS ആകുമോ BJP ആകുമോ എന്ന അനിശ്ചയാവസ്ഥയിലായിരുന്നു. ഒടുവിൽ BJP സ്ഥാനാർത്ഥിയായി ചാനൽ പ്രോഗ്രാമറായ ബിഗ് ബോസിലൂടെ അറിയപ്പെട്ടു തുടങ്ങിയ ഡോക്ടർ റോബിൻ രാധാകൃഷ്ണനാണ് BJP സ്ഥാനാർത്ഥിയായി എത്തിയത്. കഴിഞ്ഞ തവണ PC വിശ്വനാഥിന് വേണ്ടി BJPയുമായുള്ള ഡീലിൻ്റെ അടിസ്ഥാനത്തിൽ BJP സ്ഥാനാർത്ഥിയെ കൊണ്ടുവരികയായിരുന്നു എന്ന ആരോപണമാണ് തെരഞ്ഞെടുപ്പ് വേളയിലും ഇടത് ക്യാമ്പുകൾ ഉയർത്തിയിരുന്നത്. എന്നാൽ BJP സ്ഥാനാർത്ഥി എത്തിയാൽ അത് തങ്ങൾക്ക് ഗുണം ചെയ്യും എന്ന പ്രതീക്ഷയാണ് LDF ക്യാമ്പ് പങ്കെടുത്തത്. ഇത് BJPയും CPM തമ്മിലുള്ള ഡീലാണെന്ന ആശയവും ഉയർന്നിട്ടുണ്ട്. 3 മുന്നണി സ്ഥാനാർത്ഥിയെ കൂടാതെ SUC സ്ഥാനാർത്ഥി രാഹുലും രംഗത്തുണ്ട്. മനസ്സിനും ശരീരത്തിനും ആരോഗ്യം നിലനിർത്താൻ യോഗയോ വർക്കൗട്ടോ കളരിപ്പയറ്റോ പതിവാക്കൂ. രോഗങ്ങളെയും ഡിപ്രഷനെയും ഒഴിവാക്കൂ. ഏത് പ്രായക്കാർക്കും അഭ്യസിക്കാം. ഒരു ബാച്ചിൽ 5 പേർക്ക് മാത്രം പ്രവേശനം. MVG CBN കളരി കുണ്ടറ. ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 9447119980. പേരത്ത് സ്ത്രീ മഹോത്സവം. പേരയം പഞ്ചായത്ത് സംഘടിപ്പിച്ച 2 ദിവസം നീണ്ടുനിന്ന സ്ത്രീ മഹോത്സവം പഞ്ചായത്തിന് വലിയ ആവേശം പകർന്നു. പഞ്ചായത്തിലെ കുടുംബശ്രീ, തൊഴിലുറപ്പ് തൊഴിലാളികൾ, ഹരിതകർമ്മസേന, ആശാവർക്കർമാർ, അംഗനവാടി ജീവനക്കാർ എന്നിവരുടെ പങ്കാളിത്തത്തോടെ പേരയം കുരിശടി ജംഗ്ഷനിൽ നിന്നും വനിതാ റാലിയോടെ കൂടിയാണ് വനിതാ ഫസ്റ്റ് ആരംഭിച്ചത്. തുടർന്ന് നടന്ന സെമിനാർ ചരിത്രകാരൻ ഡോക്ടർ ബിനിൽ പോൾ ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷീജ സുജിത്ത് അധ്യക്ഷത വഹിച്ചു. CDS ചെയർപേഴ്സൺ AR അജ്മി സ്വാഗതം പറഞ്ഞു. സ്ത്രീ സംരക്ഷണവും ശാക്തീകരണവും സമകാലിക സമൂഹത്തിൻ്റെ വെല്ലുവിളികൾ എന്ന വിഷയത്തിൽ കൊല്ലം ശ്രീനാരായണ കോളേജിലെ അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ PJ അർച്ചന സെമിനാർ അവതരിപ്പിച്ചു. ആരോഗ്യ വിദ്യാഭ്യാസ സമിതി ചെയർപേഴ്സൺ ബെൻസി ബെന്നി, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം അനിത സുരേഷ്, പഞ്ചായത്ത് അംഗങ്ങളായ ജസ്പിൻകുട്ടി വിജയൻ, ആലി ഷാജി, ഷീലാകുമാരി അമ്മ, സൂസി രഞ്ജിത്ത്, ലതാ ബിജു, കണി ജയമോൻ, സുഷമ ജോസ്, P
ക്രിഷിൽഡ വിൽസൺ, ICDS സൂപ്പർവൈസർ വിശ്വലക്ഷ്മി എന്നിവർ സംസാരിച്ചു. തുടർന്ന് വിവിധ കലാപരിപാടികളും അവതരിപ്പിച്ചു. പഞ്ചായത്ത് അവഗണിച്ചു, DYFI ഇറങ്ങി, റോഡ് റെഡിയായി. കിഴക്കേക്കരള മതിലകം ചുറ്റുമല ചിറവരമ്പ് കാടുവെട്ടി വൃത്തിയാക്കി സഞ്ചാരയോഗ്യമാക്കിയ DYFI കിഴക്കേക്കരള മേഖലാ കമ്മിറ്റി. ചരിത്ര പ്രാധാന്യവും ടൂറിസം സാധ്യതയുമുള്ള ചുറ്റുമല ചിറവരമ്പ് റോഡ് സഞ്ചാരയോഗ്യമാക്കണം എന്നാവശ്യപ്പെട്ട് DYFI മേഖലാ കമ്മിറ്റി കിഴക്കേക്കരള പഞ്ചായത്തിന് നിവേദനം നൽകിയിരുന്നു. ഗ്രാമപഞ്ചായത്ത് പണി തുടങ്ങിയെങ്കിലും പൂർത്തീകരിച്ചില്ല. ചുറ്റുമല ഉത്സവവുമായി ബന്ധപ്പെട്ട പരമ്പരാഗതമായ പാതയാണിത്. ഉത്സവകാലത്ത് ജനങ്ങൾ ഏറെ ആശ്രയിക്കുന്ന പാത കൂടിയാണിത്. പ്രവർത്തനങ്ങൾക്ക് പഞ്ചായത്ത് അംഗങ്ങളായ വിപിൻ വിക്രമൻ, അനിൽ S പുതുവേലിൽ, DYFI നേതാക്കളായ അനീഷ് K അയ്യപ്പൻ, B ജോയി, ശ്രീജ ഹരീഷ്, അശ്വതി അഭിലാഷ്, B അജിത്, R ഹരിരാജ്, P മാധവ്, M മനോജ്, AL നിധി എന്നിവർ നേതൃത്വം നൽകി. യാത്രയപ്പ് സമ്മേളനം. KST കുണ്ടറ ഉപജില്ല യാത്രയപ്പ് സമ്മേളനം ശനിയാഴ്ച രാവിലെ 10-ന് കുണ്ടറ BRCയിൽ നടക്കും. ജില്ലാ ട്രഷറർ VS ബൈസൺ ഉദ്ഘാടനം ചെയ്യും. ഉപജില്ലാ പ്രസിഡന്റ് പില്ലി സ്ലീൻ അധ്യക്ഷത വഹിക്കും. LDF തിരഞ്ഞെടുപ്പ് കൺവെൻഷൻ ഞായറാഴ്ച. LDF സ്ഥാനാർത്ഥി SL സജികുമാറിൻ്റെ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ ഞായറാഴ്ച വൈകിട്ട് 5-ന് പെരുമ്പുഴ കുന്നംബുക്കിൽ നടക്കും. വായനാക്കുറിപ്പ് മത്സര വിജയികൾക്ക് സമ്മാനങ്ങൾ നൽകി. പുനക്കുന്നൂർ മണ്ഡലം ജംഗ്ഷൻ മംഗളോദയം ഗ്രന്ഥശാലയിലെ പുസ്തകങ്ങൾ മാമ്പുഴ LP സ്കൂൾ വിദ്യാർത്ഥികൾക്കും മദേഴ്സ് PT അംഗങ്ങൾക്കും പാരായണത്തിന് നൽകുന്ന ഗ്രന്ഥാലയം വിദ്യാലയത്തിലേക്ക് പദ്ധതിയുടെ ഭാഗമായി നടത്തിയ വായനാക്കുറിപ്പ് മത്സരത്തിൽ വിജയികൾക്ക് പുസ്തകങ്ങൾ സമ്മാനമായി നൽകി. ഹെഡ് മിസ്ട്രസ് G ഷീജ അധ്യക്ഷത വഹിച്ചു. കൊറ്റങ്കര പഞ്ചായത്ത് പ്രസിഡന്റ് ഷേർലി സത്യദേവൻ യോഗം ഉദ്ഘാടനം ചെയ്തു. ഗ്രന്ഥശാല സെക്രട്ടറി N പ്രഭാകരൻപിള്ള സ്വാഗതം പറഞ്ഞു. മത്സരത്തിലെ വിജയികൾക്ക് സമ്മാനങ്ങൾ വിതരണം ചെയ്തു. പഞ്ചായത്ത് അംഗം B സരള, MPTA പ്രസിഡന്റ് ഗോപിക, ഗ്രന്ഥശാല വൈസ് പ്രസിഡന്റ് രാജപ്പൻ കേരളപുരം, അധ്യാപകരായ S ലിനേഷ്, ഷൈനി ജോർജ് എന്നിവർ സംസാരിച്ചു. അധ്യാപകൻ നാദർ ഷാ നന്ദി പറഞ്ഞു. PC വിഷ്ണുനാഥിന് കെട്ടിവയ്ക്കാനുള്ള തുക കെൽ യൂണിയൻ നൽകി. UDF സ്ഥാനാർത്ഥി PC വിഷ്ണുനാഥിന് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനുള്ള തുക കുണ്ട്ര കെൽ എംപ്ലോയീസ് അസോസിയേഷൻ INTUC കൈമാറി. കുണ്ട്ര കെൽ യൂണിയൻ സെക്രട്ടറി KK രാജൻ, യൂണിയൻ വൈസ് പ്രസിഡന്റ് പെന്നാട് മുരളി, JS ബിജുകുമാർ, AR രവി, F രഞ്ജൻ, മാത്യു ഐപ്പ് എന്നിവർ പങ്കെടുത്തു. നാട്ടുവട്ടം വാർത്തകൾ ഇന്നിവിടെ പൂർണ്ണമാകുമ്പോൾ ലൈല ക്രിയേഷൻസ് ഒരു മാസം ഒരു ഹ്രസ്വചിത്രം എന്ന ലക്ഷ്യമായി 2 വർഷം മുമ്പ് പ്രവർത്തനം ആരംഭിച്ചു. ഈ കഴിഞ്ഞ മാസം വരെ നമുക്ക് ഇത് പൂർത്തിയാക്കാൻ കഴിഞ്ഞു. കഴിഞ്ഞ മാസം അവസാനമായി ഞങ്ങൾ പുറത്തിറക്കിയ 27ാമത്തെ സിനിമ മനോഹരം. വളരെ ചെറിയ സിനിമയാണ്, 6 മിനിറ്റിനുള്ളിലുള്ള സിനിമയാണ്. നിങ്ങൾക്ക് ബസ് സ്റ്റോപ്പിലിരുന്നോ വാഹനത്തിലിരുന്നോ ഏതെങ്കിലും ഭാഗത്തിരുന്നോ ആരെങ്കിലും കാത്തിരിക്കുമ്പോഴോ ഓഫീസിൽ കാത്തിരിക്കുമ്പോഴോ ഒക്കെ കാണാനുള്ള സമയമുണ്ട്. ആ സിനിമ കണ്ടിട്ടില്ലാത്ത സുഹൃത്തുക്കളൊക്കെ ഇന്ന് തന്നെ ആ സിനിമയെ കാണുകയും നിങ്ങളുടെ അഭിപ്രായങ്ങൾ യൂട്യൂബിൽ രേഖപ്പെടുത്തുകയും ചെയ്യണം എന്ന് അഭ്യർത്ഥിക്കുകയാണ്. ഈ ചാനലുകൾ രണ്ടും, നാട്ടുവട്ടം ചാനലുകളും ലൈല ഓവർലവ് ചാനലും ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത എൻ്റെ സുഹൃത്തുക്കളുണ്ടെങ്കിൽ നിങ്ങൾ ആ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും നിങ്ങളുടെ പരിപാടികൾ ഒന്ന് ലൈക്ക് ചെയ്യുകയും ചെയ്യണം എന്ന അഭ്യർത്ഥനയോടെ നാളെ രാത്രി വീണ്ടും പരസ്പരം നമുക്ക് നമ്മുടെ മൊബൈൽ ഫോണുകളിൽ ഉടക്കാം. അതുവരെയും നാട്ടുവട്ടം ടീമിന്റെ സ്നേഹം, ആദരം.